ഉച്ചയ്ക്കിന്ന് ചാപ്പാടില്ല. ദേ ഇതേ ഉള്ളൂ. എന്നോടൊന്നും തോന്നരുത് കേട്ടോ. ഡോക്ടറുടെ സ്ട്രിക്റ്റ് ഓർഡറാ. എന്താ തണുക്കുന്നുണ്ടോ? ഇല്ല. പനിയൊക്കെ പോയല്ലോ. ശ്യാമ പോയിക്കോളൂ. അപ്പുക്കൂട്ടനുണ്ടല്ലോ ഇവിടെ. ഈ ബുദ്ധിമുട്ട് ഞാൻ അങ്ങ് സഹിച്ചു. പാല് കുടിക്കാൻ. നീ വിശ്വന്റെ അടുത്ത് കയറിയോ? ഇല്ല, നല്ല വിശപ്പ്. ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. വിശ്വൻ എങ്ങനെയുണ്ട്? ബോധം വീണേ പിന്നെയാ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. പാവം നല്ല ക്ഷീണമുണ്ട്. അങ്ങേരെന്തിന് ഈ തണുപ്പത്ത് പുറത്തു പോയി കിടക്കാൻ പോയത്? ആവോ, ചോദിച്ചിട്ട് അവൻ ആ കാര്യം ഒരു ഓർമ്മയില്ല. ശ്യാമയോടെ? അവളോട് ഞാനിവിടെ നിന്നോളാൻ പറഞ്ഞു. ആ അപ്പുക്കുട്ടിനെ കൊണ്ട് എന്തോ ആവാനാ. വൈകിട്ട് ഞാൻ അമ്പലത്തിൽ പോകുമ്പോ കൂട്ടിക്കോട്ട് വരാമല്ലോ. എടാ, നീ ആ തോമസ് ജോണിനെ വിളിച്ചിട്ട് പേടിക്കാനൊന്നുമില്ല, ഓടി ഇങ്ങോട്ട് വരികയൊന്നും വേണ്ടെന്ന് പറയണം. അയാളെ അറിയിക്കേണ്ട ഒരു ചുമതലയുണ്ടല്ലോ നമുക്ക്. ഇപ്പഴെങ്ങനെയുണ്ട് മോളെ? നല്ല കുറവുണ്ട്. ഇതെന്താമേ, കഞ്ഞിയാണോ? വിശ്വൻ ഉറങ്ങുക? അല്ല, വെറുതെ കിടക്കുക. അപ്പൂട്ടാ വീക്കിലും കണ്ണടിങ്ങട്. അമ്മ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിയായിരിക്കും. അതെ, വിശ്വന്റെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കഴിച്ചിട്ടുണ്ട്. വേഗം സുഖമാകും. ഇതെന്താ? ഇത്ര കഞ്ഞിയാ. ഇതൊക്കെ എന്തിനാ അവിടെ നിന്ന് കൊണ്ടുവരുന്നത്? അപ്പുക്കുട്ടനില്ലേ ഇവിടെ? അതെ. ആര്? യവനോ? യവൻ ചോറുണ്ടാക്കിയാൽ തന്നെ കഞ്ഞിയാ. അപ്പൊ പിന്നെ കഞ്ഞി ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും? കഞ്ഞിയുടെ കാര്യത്തിൽ മാത്രമല്ല കൊച്ചമ്മേ, സംഗീതത്തിന്റെ കാര്യത്തിലും ഞാൻ അങ്ങനെ തന്നെയാ. ഈ മോഹനം പാടിക്കൊണ്ടിരിക്കുമ്പോ ഗാന്ധാരം ഇടയ്ക്ക് കയറി വന്നാൽ അത് കല്യാണിയായിട്ട് മാറും. ഈ മോഹനത്തിന്റെ ആരോഹണം എന്ന് പറയുന്നത് സരിഗ പദ സാദാ പഗരി സാ. അപ്പുക്കുട്ടാ എന്തോ